ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഫ്ലെക്സും ബാനറും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള പോലീസ് നിർദ്ദേശം മറികടന്ന് അഞ്ചലിൽ ബാനറുകളും തോരണങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരളയാത്രയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച തോരണങ്ങളും ബാനറുകളുമാണ് ഏറെ. ഇവ മൂലം സിഗ്നൽ ബോർഡുകൾ ഡ്രൈവർമാർക്ക് കാണാനാവില്ല. പരിപാടി നടക്കുന്നതിന് 3 ദിവസം മുമ്പ് മാത്രമേ ഫ്ലെക്സോ കമാനങ്ങളോ സ്ഥാപിക്കാവൂ എന്നാണ് ചട്ടം. പരിപാടി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഇവ നീക്കം ചെയ്യുകയും വേണം. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന കമാനങ്ങളോ ബോർഡുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നീക്കം ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യണമെന്നാണ് ചട്ടം. 13-നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ജില്ലയിലെ പര്യടനം പത്തനാപുരത്ത് അവസാനിച്ചത്. ഇതുകഴിഞ്ഞ് 48 മണിക്കൂർ പിന്നിട്ടിട്ടും തോരണങ്ങളും ബാനറുകളും നീക്കം ചെയ്യാനുള്ള നടപടി പോലീസ് എടുത്തിട്ടില്ല. ആറോ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിലെ സൂചനകൾ തോരണങ്ങളാൽ മറഞ്ഞ് കിഴക്കുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് കാണാനാവില്ല. കുളത്തൂപ്പുഴ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് തോരണങ്ങൾക്ക് അപ്പുറത്തുള്ള സിഗ്നൽ പച്ചയാണോ ചുവപ്പാണോ എന്നറിയാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. 3 വശത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഇവിടെ ഒരു വശത്തെ ഡ്രൈവർമാർക്ക് സിഗ്നൽ കാണാൻ കഴിയാത്തതിനാൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം മൊത്തത്തിലുള്ള ട്രാഫിക് സംവിധാനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ആറോ ജംഗ്ഷനിലെ ട്രാഫിക് പോയിന്റും കൊടിതോരണങ്ങളാൽ മൂടിയിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും പോലീസ് നിഷ്ക്രിയമായി തുടരുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.